സാധാരണ വീക്കെൻഡ് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? എനിക്ക് വീക്കെൻഡ് എന്ന് പറയാൻ ആകെ ഒരു സൺഡേ മാത്രമേ ഉള്ളൂ. അതും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കഴിയാറുമുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ ചെലവഴിച്ചത് കോട്ടയത്തുള്ള എൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് കറക്റ്റ് മഴയില്ല, നല്ല ചൂടുമായിരുന്നു. അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോകാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഡ്രസ്സായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ പോക്കറ്റ്സ് ഉള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും ഈവനിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ അമ്പലം വരെ ഒന്ന് പോയി. ഇതാണ് വാകത്താനത്തെ മണികണ്ഠപുരം എന്ന് പറയുന്ന അമ്പലം. ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും അനിയനും എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. ഒന്ന് കോട്ടയം വരെ പോകാമെന്ന് വിചാരിച്ചു. പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും അച്ഛൻ്റെ വക ഒരു ഡ്രസ്സ്. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ നാട്ടിലില്ലായിരുന്നത് കൊണ്ട് ഞാൻ വന്ന സമയത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോയി എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോട്ടൽ ആനന്ദിലോട്ടായിരുന്നു. ആനന്ദിലെ മസാല ദോശ കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. കോട്ടയത്തുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് ഒരു ജ്യൂസും കുടിച്ച് അവിടുന്ന് ഒരു കുൽഫി വാങ്ങിച്ചിറങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പുതുപ്പള്ളി എത്തിയപ്പം പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാളിൻ്റെ വെടിക്കെട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ പിന്നെ അത് കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം പെരുന്നാളൊക്കെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തിനോട് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ കാണുമല്ലേ. എനിക്കതുള്ളത് വാകത്താനത്തോടാണ്. നിങ്ങൾക്കോ?